ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ അധികം നാളായിട്ടില്ല കേട്ടോ ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്കിലും എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റിൽ നമ്മൾ ഈ കാണുന്നത് വാൻഡറിങ് ജൂ എന്ന് പറഞ്ഞൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് പേർപ്പിൾ കളറാണ് ഇതിൻ്റെ ലീഫിൻ്റെ അടിവശത്ത്. അതുപോലെ ലീഫിൻ്റെ മുകളിൽ ഗ്രീൻ കളറും സിൽവർ സ്ട്രൈപ്സ് പോലെ വരുന്നതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തണ്ട് മുറിച്ചിട്ട് നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ വേര് കിളുത്ത് അവിടെ ഒരു പുതിയ നാമ്പായിട്ടത് വരുന്നതാണ്. ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇത് സിൽവറിഷ് ആ ഒരു ഷെയ്ഡ് ഇല്ലാത്ത കൂടുതലും ഗ്രീനും പേർപ്പിളും ഒരു ബോട്ടം പോർഷനിൽ വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേര് ബേബി സ്റ്റിയേഴ്സ് എന്നാണ്. ഇത് ചെറിയ ഇലകളായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പുള്ളൊരു ചെടിയാണ്. നിറച്ച് ബുഷിയായിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനധികം സൺലൈറ്റ് പാടില്ല, കാരണം ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഗ്രീൻ കളറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു യെല്ലോയിഷ് കളർ വരും ലീഫിന്. സോ ഡയറക്റ്റ് സൺലൈറ്റിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇടാൻ പറ്റത്തില്ല. ഈ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേര് എപ്പിസിയ എന്നാണ്. ഇതിൻ്റെ പല കളർ വെറൈറ്റീസ് നമുക്ക് കാണാം. പേർപ്പിളായിട്ടും അതുപോലെ വൈറ്റ് വെരിഗേറ്റഡ് ഡിസൈൻസ് ആയിട്ടുള്ളതെല്ലാം. ഇതിൻ്റെ ഫ്ലവേഴ്സിനും കളർ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഇപ്പം ഗ്രീനിൽ റെഡ് കളർ ഫ്ലവറുള്ള വെറൈറ്റിയാണ്. ഇതിങ്ങനെ ഭിത്തിയിലും പറ്റിപ്പിടിച്ച് ഇങ്ങനെ വളരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റെംസ് വന്നിട്ട് താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയാണ്. ഇതിൻ്റെ വേറൊരു കളർ വേരിയേഷനാണ്, ഒരു പർപ്പിളിഷ് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ലീവ്സിന്. ഇതിന് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് എവർഗ്രീൻ ടേർട്ടിൽ വൈനാണ്. എല്ലാവരും ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഹാങ്ങിങ് പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യുന്നത് ഈ പ്ലാന്റ് ആയിരിക്കും. പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്ത്. ഒരു 2 months കൊണ്ട് നമുക്ക് വലിയൊരു ഹാങ്ങർ ആയിട്ട് കിട്ടും. ഇതിപ്പം ഒത്തിരി മഴയും വെയിലും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം നമ്മൾ. അതുപോലെ തന്നെ ഒരു ഒത്തിരി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾക്കൊരു മഞ്ഞ കളർ വരും. അപ്പം നല്ല ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അധികം മഴ കൊള്ളാനും പാടില്ല. ഇത് ഹെമിഗ്രാഫിക് ഓൾട്ടർനേറ്റ എന്ന് സയൻറ്റിഫിക് നെയിമുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മുറുകൂടി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ആക്ച്വലി ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. നമ്മൾ മുറിവുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ലീവ്സ്. ഇത് നല്ല രസമാണ് ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ട്. അതുപോലെ തന്നെ ആ ഒരു കളറും അതിന് ചെറിയൊരു ഫ്ലവറുണ്ട് കേട്ടോ, വൈറ്റ് കളർ ഫ്ലവർ. അപ്പം അതുകൊണ്ട് ഞാനതങ്ങ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടങ്ങ് ഒരു പോട്ടിൽ വെച്ച് കൊടുത്തു. കുഴപ്പമില്ല, നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. അതുപോലെ ഇങ്ങനെ മഴയത്തൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ വീഴുന്നുണ്ടോ, നല്ല രസമില്ല ഇങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കുന്നതാണ്. ഇത് നേരത്തെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, ജസ്റ്റ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ഹെമിഗ്രാഫിക് എക്സോട്ടിക്ക എന്ന പേരുള്ള, നമ്മൾ കോമൺലി അറിയപ്പെടുന്നത് ഇത് പർപ്പിൾ വാഫിൾ പ്ലാന്റ് എന്നാണ്. ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സെയിം ഇതിന് മുമ്പ് കണ്ട ആ ഒരു സെയിം പ്ലാന്റുമായിട്ട് ഭയങ്കര സാമ്യമുള്ളതാണ്. പക്ഷേ ഇതിന് ചെറിയ എന്താ പറയുക, ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു പാറ്റേൺ. പക്ഷേ നല്ല രസമാണിത് കൂടി നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് നമ്മളൊരു ഹാങ്ങിങ് പ്ലാന്റ്, ഒരു സക്കുലൻറ്റ് വെറൈറ്റിയിൽ പെടുന്ന ടാങ്കിൾഡ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഈ ഒരു ലീവ്സിൽ കുറച്ച് കട്ടിയുണ്ട്. ഈ സക്കുലൻസ് പോലെ ഇതിന് വാട്ടർ ഹോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നല്ല ഒരു സിമിലറാണ് നമ്മുടെ ബേബി സ്റ്റിയേഴ്സുമായിട്ട് ഭയങ്കര സിമിലറാണ്. പക്ഷേ രണ്ട് വെറൈറ്റീസാണ്. നമ്മുടെ നെക്സ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ്. പോത്തോസ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇത് മാർബിൾ ക്വീൻ പോത്തോസ് ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു ലീഫ് കണ്ടോ, തികച്ചും ഡിഫറെൻ്റ് അല്ലേ. ഞാൻ വേറെ ഒരു സ്റ്റെമ്മിൽ നിന്ന് നട്ടപ്പോഴത്തേക്ക്, ഇതുപോലുള്ളൊരു സ്റ്റെമ്മിൽ നിന്ന് നട്ടപ്പോഴത്തേക്ക് എനിക്ക് പുതിയതായിട്ട് വന്ന ഇല അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പോട്ട് ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവരും നോട്ടീസ് ചെയ്യുന്നൊരു ഡെക്കോർ പീസാണിത്. ഇത് ആക്ച്വലി ഒരു ബദാമിൻ്റെ തടിയാണ്. അതിൻ്റെ അകത്ത് കേട് വന്നിട്ട് ഉള്ള ഭാഗമായിരുന്നു. അത് ചെടിച്ചട്ടിയായിട്ട് യൂസ് ചെയ്യുകയാണിപ്പോൾ. നെക്സ്റ്റ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് റയോ പ്ലാന്റ് ആണ്. ഇത് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരുന്ന ഒരു സൈസ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗാർഡനിൽ വെക്കാനും നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മതിലുകൾക്കൊക്കെ ബോർഡർ കൊടുക്കാനും അതുപോലെ ഈ ഗാർഡൻ്റെ അകത്ത് ചെറിയ ബോർഡേഴ്സ് കൊടുക്കാനും ഒക്കെ ഈ പ്ലാന്റ് യൂസ് ചെയ്യാം.
നല്ല തിക്കായിട്ട് ഗ്രോ ചെയ്യും. ഇതിൻ്റെ ഒരു സ്റ്റെം വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഇതുപോലത്തെ തൈകൾ നമുക്ക് കിളുത്ത് കിട്ടുന്നതാണ്. ഇതിൻ്റെ വേറൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു പീസാണിത്. പേർപ്പിൾ ഗ്രീൻ വൈറ്റിൻ്റെ ഒരു നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കളേഴ്സ്. നെക്സ്റ്റ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് വാട്ടർമെലോൺ പെലോണിയാണ്. ഇതൊരു വാട്ടർമെലോണിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ലീവ്സിന്. ഇതിൻ്റെ 2-3 കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡാർക്ക് ഗ്രീൻ കളറ്, അതുപോലെ ലൈറ്റ് ഗ്രീൻ, അതുപോലെ ഒരു പർപ്പിൾ ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയും കൂടെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മ് ഒരു സിക്സാഗ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വരുന്നത്. ഒരു ഇല കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ബെൻഡ് വന്നിട്ട് അങ്ങനെ ആണിതിൻ്റെ ഒരു രീതി. നെക്സ്റ്റ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് സിങ്കോണിയമാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വൈറ്റും ഗ്രീനുമുള്ള വെറൈറ്റിയിലാണ്. ഇത് നമുക്ക് ബുഷിയായിട്ട് ഇങ്ങനെ പോട്ടിൽ വെക്കുകയും ചെയ്യാം. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി പിങ്കാണ്. ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളറും അതുപോലെ ഗ്രീൻ കളറിൻ്റെയും കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്. ഇതൊരു റെഡിഷ് കളർ അതുപോലെ ഒരു സിൽവർ കളർ ടോപ്പ് പോർഷൻ വരുന്ന ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. ഇതുപോലെ ഫ്ലവേഴ്സും ഇതിന് കാണാറുണ്ട്, ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ്. ഇതിങ്ങനെ ബുഷിയായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അധികം വാട്ടറിങ് ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. കാരണം ഇതിൻ്റെ തണ്ടൊക്കെ മഷിത്തണ്ട് പോലത്തെയാണ്. അപ്പം അധികം വെള്ളമായി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കണ്ടോ, അതിൻ്റെ ഫ്ലവർ കണ്ടോ, ഇതൊരു വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിന് ഉള്ളത്. ഇത് അതിൻ്റെ ഒരു പ്ലെയിൻ വെറൈറ്റിയാണ്. പ്ലെയിൻ ഗ്രീൻ കളറും അതിൻ്റെ തണ്ട് വരുന്നത് ഒരു ബ്രൗൺ കളറുമാണ്. പ്ലെയിൻ കളർ മാത്രമാണ് അതിൻ്റെ ലീഫിൽ വരുന്നത്, വേറെ കളറൊന്നും വരുന്നില്ല. ഇത് അതിൻ്റെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ലൊരു ഡാർക്ക് ഗ്രീനും അതുപോലെ ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു ടോപ്പ് പോർഷനുമാണ് വരുന്നത്. ഈ ഹാങ്ങിങ് പ്ലാന്റ് ആർക്കും തന്നെ ഉണ്ടാകത്തില്ല. കാരണം ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് അല്ല, ജിയോഫില എന്നാണ് ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇതൊരു ടൈപ്പ് എന്താ പറയുക, ഈ മോയ്സ്റ്റ് വരുന്ന ആ ഏരിയയിൽ തന്നെ കിളുത്ത് വരുന്ന ഒരു സൈസ്, ഈ പായലെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ വള്ളികളായിട്ട് ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. ഇതെന്തോ ഹെർബാണെന്നാണ് ഇൻ്റർനെറ്റിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റ് ചെടികളുടെ ഇടയിൽ ഇവനും ഒരു സ്ഥാനം കൊടുത്തു. എന്തായാലും മറ്റു ചെടികളെപ്പോലെ തന്നെ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ഹാങ്ങിങ് പ്ലാന്റ് ആണെന്ന് ആരും പറയത്തില്ല. ഇത് പുല്ലാണെന്ന് പോലും ആരും തിരിച്ചറിയത്തുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.